നമസ്തേ എവരിബഡി. നമുക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ പറയാറില്ലേ, ഒരാളെ നമ്മൾ അംഗീകരിക്കുന്നത്, സ്വീകാര്യത കൊടുക്കുന്നതൊക്കെ ഒരാളുടെ ക്വാളിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിറ്റി? പ്രത്യേകമായിട്ട് നമുക്ക് ഇത് ആവശ്യം വരുന്നത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഇത് നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. നമുക്ക് ക്വാളിറ്റികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എമ്പതി. ഈ ക്വാളിറ്റിയും വാല്യൂവും ഒരുപോലെ ഇരിക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരുള്ളൂ. ഞാൻ രണ്ടും പറയുന്നുണ്ട്, രണ്ട് ഇത് വീഡിയോ ആയിട്ടിടാം. അപ്പം എമ്പതി, അപ്പം നമുക്ക് മറ്റൊരാളിൻ്റെ അനുഭവം നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ കമ്പാഷൻ, സഹതാപം ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് ദയ, കൈൻഡ്നെസ്, അതുപോലെ ഓണസ്റ്റി, സത്യസന്ധത, ഇൻറ്റഗ്രിറ്റി, ഒരു സമഗ്രത, സത്യസന്ധത, ഒരു സമഗ്രതയും വരിക. റെസ്പെക്റ്റ്, ഒരു വ്യക്തിയോട് തോന്നുന്ന അല്ലെങ്കിൽ എന്തിനോടെങ്കിലും തോന്നുന്ന ബഹുമാനം. ട്രസ്റ്റ് വർത്തിനെസ്, ഒരു വിശ്വാസ്യത. ഫെയർനെസ്, ന്യായമായിട്ടുള്ള പെരുമാറ്റം. ഓപ്പൺ മൈൻഡ്നെസ്, തുറന്നും മനസ്സോടു കൂടിയുള്ള പെരുമാറ്റം. അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക, ഞാൻ അയാളെ മറ്റുള്ളവരെന്നെ മനസ്സിലാക്കുന്നില്ല, അണ്ടർസ്റ്റാൻഡ് ആക്കുന്നില്ല. ഓക്കെ. ടോളറൻസ്, സഹിഷ്ണുത. അതുപോലെ പേഷ്യൻസ്, സഹനശക്തിയിൽ ക്ഷമിക്കുക. അതുപോലെ ഫോർഗീവ്നെസ്, ക്ഷമിക്കാനുള്ള നമ്മുടെ കഴിവ്. ലോയൽറ്റി, നമ്മൾ ഒന്നിനോട് കൂടി നിൽക്കാനുള്ള നമ്മുടെ കഴിവ്. ഗ്രാറ്റിറ്റ്യൂഡിൽ നമുക്ക് കൃതജ്ഞത. ഹ്യൂമിലിറ്റി, ഒരു വിനയഭാവം. അതല്ലെങ്കിൽ കറേജ്. ഇതെല്ലാം ക്വാളിറ്റീസാണ്. നമുക്കിതിൽ ഏത് ക്വാളിറ്റിയാണ് കൂടുതലുള്ളത് നമുക്ക് പലപ്പോഴും ചില ലക്ഷ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം നമുക്ക് തിരിച്ചറിയണം. കറേജ്, അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ. നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ചില വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ. ചിലർക്ക് ഈ സെൽഫ് ഡിസിപ്ലിനിൽ ചിലപ്പം അയഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനോട് നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ചുമതല ഏറ്റെടുക്കുക, ചുമതല നമ്മൾ വഹിക്കുക, അതിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. സെൽഫ് അവെയർനെസ്, അത് നമുക്ക് ആത്മജ്ഞാനം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള അറിവ്. പെർസിവറൻസ്, നമുക്ക് സ്ഥിരമായ ഉത്സാഹം. ആംബിഷൻ, നമുക്കൊരു അഭിലാഷമുണ്ടാകുക. ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത എന്ന് വേണമെങ്കിൽ പറയാം. അഡാപ്റ്റബിലിറ്റി, ഏത് സാഹചര്യങ്ങളോടും നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്ന ആൾ. ഫ്ലെക്സിബിലിറ്റി, നമുക്ക് കുറച്ച് നമ്മൾ അതനുസരിച്ച് ആ കാര്യങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് അയഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോവുക. റെസീലിയൻസ്, ഉൽപ്പതിഷ്ണുത എന്നൊക്കെ വേണേൽ പറയാം. അതായത് നമ്മൾ ഒരു ഡൗൺസ് വന്നു കഴിഞ്ഞാലും പഴയ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള കഴിവ്. പോസിറ്റിവിറ്റി, അതുപോലെ ഓപ്റ്റിമിസം, ഒക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ശാപ്തി വിശ്വാസം. കണ്ടൻമെൻറ്റ്, സംതൃപ്തി. ജോയ്, അതീവ സന്തോഷം. ഹാപ്പിനെസ് ആൻഡ് പീസ്ഫുൾനെസ്, സമാധാനം. ഇന്നർ പീസ്, ആന്തരിക സമാധാനം. ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. സെൽഫ് റിലയൻസ്, ഒരു സ്വാശ്രയശീലം. ഒരു സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത. ഇക്വാളിറ്റി, സമത്വം. ആൻഡ് ഇൻക്ലൂസിവിറ്റി, മറ്റുള്ളവരെ കൂടെ നമ്മുടെ കൂടെ ഉൾപ്പെടുത്തി പോവുക. ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ആൾ. യൂണിറ്റി, ഐക്യം. കോഓപ്പറേഷൻ, സഹകരണം. ടീം വർക്ക്, ടീമായിട്ട് ഒന്നിച്ചു പോവുക. കൊളാബറേഷൻ, പലരുമായിട്ട് സഹകരിച്ചു പോകാനുള്ള കഴിവ്. കമ്മ്യൂണിക്കേഷൻ, നമുക്ക് കൃത്യമായി ഒരു ആശയവിനിമയം നടത്താനുള്ള കഴിവ്. ലിസണിങ്, സശ്രദ്ധം കേൾക്കുന്നവർ. എംപവർമെൻറ്റ്, ശാക്തീകരണം. ആൻഡ് ഓതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആധികാരികത, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധികാരികത. പിന്നെ ഒരു എൻവയറമെൻ്റൽ കോൺഷ്യസ്നസ്, പരിസ്ഥിതി ബോധം. സസ്റ്റൈനബിലിറ്റി, ഒരു സുസ്ഥിരത ഉണ്ടാകുക. ഇനി ഒരു ഹെൽത്തിനെസ്, ആരോഗ്യാവസ്ഥ. വെൽബീങ്, ക്ഷേമം. ഇനി സേഫ്റ്റി, സുരക്ഷ. സെക്യൂരിറ്റി, സുരക്ഷാഭാവം. ഇനി ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമ്പത്തിക ഉത്തരവാദിത്വം. ലൈഫ് ലോങ് ലേണിംഗ്, ആജീവനാന്ത പഠനം, വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്,
നമ്മൾ എന്ത് കേട്ടാലും അതിനൊരു വിമർശനത്തോടു കൂടി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കഴമ്പുണ്ടോ നോക്കണേ അങ്ങനെ പറ്റുള്ളൂ. നല്ല ക്വാളിറ്റിയാണ്. ലീഡർഷിപ്പ്, നേതൃത്വ വാസന, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി കൊടുക്കുക, സിവിൽ എൻഗേജ്മെൻറ്റ്, അപ്പോൾ നമുക്കൊരു സിവിക് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇടപഴകാനുള്ള അൾട്രൂയിസം, ഒരു പരോപകാര ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പ്രതിഫലിച്ചിരിക്കാതെ, വോളണ്ടറിസം, സന്നദ്ധ പ്രവർത്തനം, ഫിലാന്ത്രോപ്പി, ജീവകാരുണ്യ പ്രവർത്തനം, ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റീസാണ്. ഫാമിലി ഓറിയൻറ്റഡ്, ഒരു കുടുംബാധിഷ്ഠിത, ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം, കമ്മ്യൂണിറ്റി മൈൻഡ്, ഒരു സാമുദായിക ഫീലിംഗ് ആൻഡ് ബിലോങ്ങിങ്, ഉൾപ്പെടുക, ഓട്ടോണമി, സ്വയംഭരണാധികാരം, ഡിഗ്നിറ്റി, മാന്യത, റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്, മുതിർന്നവർക്ക് ആദരവ് കൊടുക്കുന്ന, റെസ്പെക്ട് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുക, റെസ്പെക്ട് ഫോർ ആനിമൽസ്, മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, റെസ്പെക്ട് ഫോർ നേച്ചർ, പ്രകൃതിയോട് ആദരവ് കാണിക്കുക അല്ലെങ്കിൽ പ്രകൃതിയോട് അംഗീകാരം കാണിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, റെസ്പെക്ട് ഫോർ കൾച്ചർ, നമ്മുടെ ഹെറിറ്റേജിനോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കുക, റെസ്പെക്ട് ഫോർ ഡിഫറൻസസ്, വ്യത്യസ്തമായ സ്വഭാവങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുക, റെസ്പെക്ട് ഫോർ ട്രഡീഷൻസ്, റെസ്പെക്ട് ഫോർ ബിലീഫ് ആൻഡ് റെസ്പെക്ട് ഫോർ ലോ ആൻഡ് റെസ്പെക്ട് ഫോർ ബൗണ്ടറീസ്, ഇല്ലെങ്കിൽ റെസ്പെക്ട് ഫോർ പേഴ്സണൽ സ്പേസ് അത് കൊടുക്കുക, ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ്, കമ്പാഷനേറ്റ്, അനുകമ്പയുള്ളവരായിരിക്കുക, അസേർട്ടീവ് ആൻഡ് റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വം ഉണ്ടാകുക, ട്രസ്റ്റിംഗ്, കോഓപ്പറേറ്റീവ്, എന്തൂസിയാസ്റ്റിക്, ക്യൂറിയസ്, വളരെ ജിജ്ഞാസയുള്ള, റിസോഴ്സ്ഫുൾ, നമുക്ക് വിഭവസമൃദ്ധമായ, എത്തിക്കൽ, ഗ്രേഷ്യസ്, കൃപാലുവായ, ജനറസ്, ഔദാര്യ മനസ്സോടെയുള്ള, സിൻസിയർ, മോഡസ്റ്റ് ആൻഡ് സെൽഫ്ലെസ്, ഡിപ്ലോമാറ്റിക്, നയതന്ത്രമായിട്ടുള്ള, പേഷ്യൻസോടുകൂടി, ക്ഷമയോടുകൂടി, സെൽഫ് കോൺഫിഡൻറ്റ്, അഡാപ്റ്റബിൾ, ഇതൊക്കെ നമുക്ക് നല്ല ഹ്യൂമൻ ക്വാളിറ്റീസാണ്. ഇതിൽ നമുക്ക് ഏതൊക്കെ ക്വാളിറ്റീസ് നമുക്ക് പോസിറ്റീവായിട്ടുണ്ട്, ഏതൊക്കെ ക്വാളിറ്റീസ് നമുക്ക് വീക്കായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല ലക്ഷ്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ചില വീക്ക് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളവിടെ സ്ട്രെങ്തൻ ചെയ്യണം. നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതിലേക്ക് നമുക്ക് അതിലേക്ക് ശ്രമിക്കാനായിട്ട് പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കുന്ന വളരെ നല്ലതാണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തണം. അതിന് ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞ ഇത്രയും ക്വാളിറ്റീസും നിങ്ങൾ എഴുതിയിട്ട് 1ഉം 2ഉമായിട്ട് കമ്പയർ ചെയ്യുക, 2ഉം 3ഉമായിട്ട് കമ്പയർ ചെയ്യുക, 3ഉം 4ഉമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഏതാണോ കുറവുള്ളത് വെട്ടി പോകുമ്പോൾ നിങ്ങളുടെ ഒരു എത്രയാണ് ടോപ്പ് 20 ക്വാളിറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ടെക്നിക്ക് ഓഫ് എലിമിനേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ടോപ്പ് 20 ക്വാളിറ്റീസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടോപ്പ് 20 ക്വാളിറ്റീസ് കണ്ടെത്തുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. അത്രമാത്രമുണ്ട്. ഇനി സ്ട്രെങ്ത് ഇല്ലാത്ത ക്വാളിറ്റീസ് എന്തൊക്കെയുണ്ട്? അപ്പോൾ പല വിജയങ്ങൾക്കും നമുക്ക് ഇത് ആവശ്യമാണ്. ചില ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ചില വിജയങ്ങൾ കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു പ്ലാനിങ്ങിൻ്റെ, പ്രത്യേകിച്ചും ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യം, ഗോൾ സെറ്റിംഗ് ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്നതാണ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ വാല്യൂസ്, നമ്മളെ ആദർശങ്ങൾ, ചില ആദർശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയ്ക്കകത്ത് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ നമ്മുടെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വേണം വരാൻ. കാരണം ഇത് ഇത്രയും അവിടെ നമുക്ക് പഠിപ്പിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഹ്യൂമൻ ക്വാളിറ്റീസ് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് നോക്കി റെഫർ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.